بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عليكم حريص. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. فإن تولوا, ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഇതെല്ലാം സ്നേഹവും കാരുണ്യവും മമതയും വാത്സല്യവും ഒക്കെ ചൊരിഞ്ഞ് അവരെ ദീനിലേക്ക് ക്ഷണിച്ചിട്ട് അവരത് മുഖവിലേക്കെടുക്കാതെ അങ്ങേ തൊട്ട് തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖുൽ, നിങ്ങൾ പറയുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മദീന്ന് അവരോട് പറഞ്ഞേക്ക് നബിയെ. ലാ ഇലാഹ ഇല്ലാഹു, അവനില്ലാതെ ആരാധ്യനില്ല. അലൈഹി, അവന്റെ മേൽ തവക്കൽതു, ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. ഭരമേൽപ്പിക്കുക എന്നും ഭാരമേൽപ്പിക്കുക എന്നും വേണമെങ്കിൽ പറയാം. നമുക്കുള്ള ഭാരങ്ങളെല്ലാം ഏൽപ്പിക്കാനുള്ള അത്താണിയായ ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വേറെ ആരെ മേലും തവക്കുല് പറ്റൂലല്ലോ. അലൈഹി തവക്കൽതു, ഞാൻ അവന്റെ മേലിൽ ഭരമേൽപ്പിക്കുന്നു. വഹുവ, അവൻ റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിനെ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അല്ലാഹുവാണ്. അർശിനെ പരിപാലിക്കുന്ന അല്ലാഹ്ക്ക് എന്താ എന്നെ പരിപാലിച്ചാല്? ഇത് ഏത് സമയത്തും നമ്മുടെയൊക്കെ ഉള്ളിൽ രൂഢമൂലമാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ രൂഢമൂലമാകേണ്ട, തറഞ്ഞിക്കേണ്ട ഒരു വാക്കാണ് ഹസ്ബി അല്ലാഹ്. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അതാണല്ലോ അത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അതിഭീകരമായ അടയാളങ്ങളും സംഭവങ്ങളും ബീഭത്സകമായ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാന സൂറന്ന കാലത്തിൽ ഇസ്രാഫീൽ ഇങ്ങനെ ആ കാഹളം അടുത്തേക്ക് അടുപ്പിച്ച് വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, എപ്പോഴാണ് ഊതാൻ കൽപ്പന വരുന്നത്, ഞൊടിയിടയിൽ ഊതണം എന്ന നിലയിൽ നിൽക്കുന്നത് ഞാനിങ്ങനെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ദുന്യാവിന്റെ ആഡംബരത്തിൽ മുഴുകുക, എങ്ങനെയാണ് ഞാനൊന്ന് മനസ്സറിഞ്ഞ് ചിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ. കേട്ട് ബേജാറായി പരിഭ്രാന്തരായ സഹാബാക്കൾ ചോദിച്ചു, മുത്തുനബിയെ, ഖിയാമത്തിന്റെ ആ ലക്ഷണങ്ങളിൽ നിന്നും അദാബുകളിൽ നിന്നും ഭീകരാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരോടും പറഞ്ഞത്, ഖൂലൂ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിങ്ങൾ ചൊല്ലിക്കൊള്ളിന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിത മുഖമുദ്രയും മുദ്രാവാക്യവും അവനെ എല്ലാ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കവചവുമാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ അടുത്ത ഉസ്താദ് എന്നോട് പറയണ്ടായി, നല്ലൊരു അള്ളാഹിനെ പേടിയുള്ള സൂഫിയായ ഒരു ഉസ്താദാണ്. എന്നോട് പറഞ്ഞു, കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഒരു വിഷയത്തിൽ നിരപരാധിയായിരിക്കെ അദ്ദേഹത്തിനെതിരെ ഒരാള് മറ്റൊരാളെ സ്വാധീനിച്ചുകൊണ്ട്, ഒരു വക്കീലിനെ സ്വാധീനിച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ പോയപ്പോ മൂപ്പര് പറഞ്ഞു, ഞാൻ വീട്ടിലിരുന്നിട്ട് വലിയ വക്കീലിനാണ്ട് ഏൽപ്പിച്ചു കയറും. വലിയ വക്കീലേതാ? നിഅമൽ മൗലാ വ നിഅമൽ വക്കീൽ. ഞാനതങ്ങോട്ട് നേരെ വെളുത്ത വൈകുന്നേരം വരെ ചൊല്ലി. പിന്നെ നോക്കുമ്പോ കണ്ടീന്ന് ഈ കൊടുക്കാൻ നിന്ന രണ്ടാളും കൂടിയാണ് ജയിലിൽ പോണത്. അത്ര വലിയ ശക്തിയാണ് ഈ ഒരു ദിക്റ്. ഒരു പേടിയും പേടിക്കണ്ട. ഇതാണ്ട് മുറുകെ പിടിച്ചിട്ട് ഉള്ളറിഞ്ഞിട്ട് വിശ്വാസം ഉള്ളിക്കാണ്ട് കയറ്റിട്ട് മനസ്സറിഞ്ഞാണ് ചൊല്ലിയാണ്ടല്ലോ, അന്യായമായും ആവശ്യമില്ലാതെയും ഇടങ്ങറാക്കാൻ വരുന്ന ആളുകൾ മൊത്തം ഒരു പാഠം പിടിച്ചിട്ട് നിൽക്കുള്ളൂ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അതന്നെ. എന്നോടൊരു ഗൾഫിൽ നിന്നൊരു അറബി ഇത് പറയുന്നത്. അയാളെങ്ങനെ കമ്പനി അടക്കം
ഇടക്കിടക്ക് ഇങ്ങനെ ശല്യപ്പെടുത്തി ഒപ്പം തന്നെ കൂടുന്ന ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഇയാൾ പ്രാവശ്യം മനസ്സറിഞ്ഞിട്ടാണ്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഹസ്ബി അല്ലാഹു അലൈക്. ഞാനുണ്ടായിരുന്നു അപ്പാട്. ഹസ്ബി അല്ലാഹു അലൈക്, എന്റെ ഇടങ്ങറിന്റെ മേലെ എനിക്ക് ഒരാൾ വേണ്ട, എനിക്ക് അല്ലാഹ് മതി. അയാള് പിന്നെ 8 മാസം കഴിഞ്ഞിട്ടാ ജയിലിൽ നിന്ന് ഇറങ്ങണത്. മറ്റേ ആള് ഇത്ര ശക്തിയുള്ള ഒരു വാക്കാണത്, ഭയങ്കര ശക്തിയാണ് ആ വാക്ക്. അതുകൊണ്ടാണ് ഹബീബ നബിയോട് അത് ഏൽപ്പിച്ചത്. കാരണം സമൂഹം മൊത്താണ്ട് എതിരാവട്ടെ, ഈ നിലയിലൊക്കെ ചേർന്ന് നിന്നിട്ട് ആളുകൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുത്ത് 40 കൊല്ലത്തെ ഒരു ജീവിതം സത്യസന്ധമായി അവരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അതിനിടയിൽ കളവ് തമാശക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ചിട്ട് വ്യക്തിപരമായൊരു താല്പര്യം നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്കില്ല, അങ്ങനെ നിങ്ങൾ അവർ പറയുന്ന രൂപത്തിൽ പെണ്ണ് സ്വീകരിക്കും, മണ്ണ് സ്വീകരിക്കും, പണം സ്വീകരിക്കും, അതിൻ്റെ ഒന്നും ആളല്ല നിങ്ങൾ എന്ന് ബോധ്യപ്പെട്ടിട്ടും നിങ്ങളുടെ പ്രബോധനം സ്വീകരിക്കാതെ നിങ്ങൾക്കെതിരെ അവർ തിരിഞ്ഞാൽ ഇനി ഒരു വർത്താനമില്ല. ഹസ്ബി അല്ലാഹ് ഫഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി തവക്കൽതു. എന്റെ തവക്കുൽ അവന്റെ മേൽ. ഭയങ്കര ശക്തിയാണ്. എന്റെ തവക്കുൽ അവന്റെ മേലാണ്. ഹസ്ബി അല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. വഹുവ അവൻ റബ്ബുൽ അർശിൽ അളീം, മഹത്തായ അർശിന്റെ റബ്ബാണ്. അതാണ് ഒരു സൂചന. അർശിനെ നിയന്ത്രിക്കുന്ന പടച്ചോൻ എന്താ? എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? എന്റെ റബ്ബ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർശ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സൃഷ്ടിയല്ലേ. അതിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ചില മഹാന്മാരുടെ അഭിപ്രായങ്ങൾ അർശ് സൃഷ്ടിക്കാൻ തന്നെ കാരണം മുത്ത് റസൂലിനെ ബഹുമാനിച്ചിട്ടാണ് എന്നാണ്. കാരണം അസാ റബ്ബുക മഖാമം മഹ്മൂദ, നിങ്ങളെ മഖാമും മഹ്മൂദിന്റെ സമുന്നത സ്ഥാനത്തേക്ക് പടച്ചോ നാളെ ഉയർത്തും നബിയെന്ന്. ഈ മഖാമും മഹ്മൂദ് ഉള്ളത് അർശന്റെ താഴെയാണ്. അപ്പൊ മഖാമും മഹ്മൂദിനെ സെറ്റാക്കാൻ വേണ്ടി അതിന്റെ ബഹുമാനത്തിനാണ് അർശിനെ സംവിധാനിച്ചത് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അർശും മുസ്തഫ നബിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രം പ്രശംസിച്ച് പരാമർശിക്കുന്ന ഈ ആയത്തിന്റെ പര്യാവസാനം അർശനെ പറഞ്ഞുകൊണ്ട് നിർത്തിയത്. വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇനിയും ചില മഹാന്മാരുടെ അഭിപ്രായ പ്രകാരം അർശ് എന്ന് പറഞ്ഞാല് മനുഷ്യൻ തന്നെയാണ്. അർശ് വേറെ ഉണ്ട്, പക്ഷെ ഏറ്റവും വലിയ അർശ് യഥാർത്ഥ മനുഷ്യനാണെന്നാണ്. ഖൽബുൽ മുഅ്മിൻ അർശുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അർശ്. ഈ ഖൽബിന്റെ അവസ്ഥ നീന്തിച്ച് നോക്കണം നിങ്ങൾ. എല്ലാം ഖൽബിൽ കൊള്ളുമല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മള് ഖൽബിന്റെ ഉള്ളിൽ കാബയെ കൊടുത്താൽ കാബ ഖൽബിന്റെ ഉള്ളിൽ ഉണ്ടാവും. കാബ ഖൽബിന്റെ ഉള്ളിലില്ലേ? ഇല്ലേ? അവിടേക്കാണ് മദീന വെച്ച് കൊടുത്താക്കാണെ അതുമില്ലേ? അവിടേക്ക് ബൈത്തുൽ മുഖദ്ദസ് വെച്ച് കൊടുത്താക്കാണെ അതുമില്ലേ? ഉണ്ടോ? അവിടെ നിങ്ങൾ ആ പേരും പറമ്പൊക്കെ കൂടി ഇങ്ങോട്ട് പോന്നോട്ടെ, അതുമില്ലേ? വന്നില്ലേ? അവിടെ ഒരു ആന വെച്ച് കൊടുത്തോക്കാണി, ആനയും വന്നില്ലേ? അവിടെ കരിപ്പൂർ എയർപോർട്ട് വെച്ച് കൊടുത്തോക്കാണി, അവിടുന്ന് ഫ്ലൈറ്റ് പൊന്തണത്. ഇനി സ്ഥലം ബാക്കിയില്ലേ? ഇവിടെ എന്താ കൊള്ളാത്തത്? ഇത്ര വലിയൊരു കൽബ് അള്ളാഹു തആല തന്ന എന്തിനാണ്? ഇതിന്റെ ഉള്ളിൽ അള്ളാനെ വെക്കാനാണ്. ഹസ്ബി അല്ലാഹ്. വെക്കണ്ണമാര് വെച്ചാണ്ടല്ലോ, പറയേണ്ട പോലെ പറഞ്ഞ അപ്പ സംഭവിക്കും. സെയ്ദ് റളിയല്ലാഹുവിനെ ഒരു മുനാഫിക്ക് ചങ്ങാത്തം കൂട്ടി തോള് കൈയിട്ടിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകാൻ. ചങ്ങാത്തം അഭിനയിച്ചു, ഫ്രണ്ടാണെന്ന് അഭിനയിച്ചു, എന്നിട്ട് ഇങ്ങനെ ദേഷ്യം കൊണ്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകാൻ. രണ്ടാളും കൂടി നടക്കുന്നതിനിടയിൽ കാറ്റും മഴയൊക്കെ വന്നു. ഇന്നലെയൊക്കെ വന്ന മാതിരി ഒരു കാറ്റും മഴയൊക്കെ കൂടി കൊണ്ടുവന്നു. അവർ രണ്ടാളും കൂടി ഒരു വലിയൊരു പാറ കണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വിശ്രമിച്ചിട്ട് പിന്നെ പോകാന്ന് കരുതി. ആ രണ്ടാൾക്കും കൂടി ഒപ്പം കെടുക്കാനുള്ള ഒരു സ്ഥലം ആ ഗുഹന്റെ ഉള്ളിലില്ല. അന്നത്തെ വിശ്രമം ഗുഹന്റെ ഉള്ളിലൊക്കെ ആണല്ലോ, ഗുഹന്റെ ഉള്ളിലില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം കുറച്ച് വിശ്രമിച്ചോളൂ, നിങ്ങളത് കഴിഞ്ഞിട്ട് ഞാൻ വിശ്രമിക്കാൻ, ഞാൻ പുറത്തേക്കാറ്. അപ്പൊ സെയ്ദ് റളിയല്ലാഹുവിന്റെ ഉള്ളിൽ കയറി ഒരുപാട് നടന്ന ക്ഷീണം കൊണ്ട് അറിയാതെ മയങ്ങിപ്പോയി. അപ്പൊ ഇയാൾ ഉള്ളിൽ നിന്ന് കത്തിയെടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടായത്. എന്താ കൊല്ലാൻ കാരണം? മുഹമ്മദ് നബിന്റെ ആളാന്നുള്ള, വേറെ ഒന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ
കാലും കൈയൊക്കെ ഇങ്ങനെ കെട്ടി. കാരണം കൊല്ലുന്നതിനിടയിൽ പെട്ടെന്ന് ഉണർന്നിട്ട് തടുത്താലാവും ബുദ്ധിമുട്ടല്ലേ, നാട്ടിൽ ഇറങ്ങാൻ പറ്റൂലല്ലോ. അപ്പൊ രണ്ട് കൈയൊക്കെ ആദ്യം കെട്ടി, കാലിങ്ങനെ കെട്ടുമ്പോ സെയ്ദ് എന്നവർ ഉണർന്നു. എന്താ ഈ കാട്ടണ വെച്ച് എന്നെ കൊല്ലണ. കുറച്ച് കാലമായ മുഹമ്മദ് നബിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കണം. ഇനി നടക്കൂല, അത് എന്റെ ജീവൻ ഞാൻ കളയണം. ഒരു നിവൃത്തി അവിടെ ഇല്ലല്ലോ. മുന്നിൽ ഗുഹ, മേലെ പാറ, സൈഡിലൊക്കെ പാറ, ഒരു മനുഷ്യനില്ല. ഇയാളിങ്ങനെ കത്തി പിടിച്ചിട്ട് കഴുത്തിന്റെ അവിടേക്ക് ഇങ്ങനെ കുത്താൻ വരികയാണ്. ഒരു നിവൃത്തിയില്ലല്ലോ. സെയ്ദ് എന്നവർ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഹസ്ബി അല്ലാഹ് ഇന്നി ഉഫവ്വിദു അംരി കുല്ലഹു ഇലൈക്. ഇയാളിങ്ങനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഇയാളെ ചെകിട്ടിലൊരു ശബ്ദ, വൈഹക് ലാ തഖ്തുൽ, വൈഹക് ലാ തഖ്തുൽ, മാരട മൂദേവി അനങ്ങി പോവരുത്. ഒരു സൗണ്ട്. ഇയാൾ അപ്പൊ തന്നെ കത്തിയൊക്കെ ഇട്ടിട്ട് നോക്കുമ്പോ ഒന്നും കാണാനില്ല. അന്തരീക്ഷത്തിൽ നിന്നൊരു വിളിയാളല്ലേ, വേറൊന്നും കാണാനില്ല. ഇയാള് രണ്ടാമത് പിന്നെയും എനിക്ക് തോന്നിയതായിരിക്കും, ഇന്ന് യുക്തിവാദികൾ പറഞ്ഞായിരിക്കും, എനിക്ക് തോന്നിയതായിരിക്കും. രണ്ടാമതും കൊല്ലാൻ നിന്നപ്പോ പിന്നെയും വൈഹക് ലാ തഖ്തുൽ, മാരട, തൊട്ടുപോകരുത്, കൊല്ലാൻ പാടില്ല. അപ്പോഴിയാള് വിറച്ചു എന്നാണ്. അപ്പോഴിയാള് പറയാ അതെനിക്കിങ്ങനെ തോന്നിയതാണ്. മൂന്നാമതാള് കൊല്ലാൻ വേണ്ടി കത്തിയെടുത്തിട്ട് കഴുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പ്രത്യേക രൂപം കണ്ട് കുതിരപ്പുറത്ത് ഓടി വരുന്നതും ഇയാളെ കണ്ട് വെട്ടി രണ്ട് കഷ്ണമാക്കിയിട്ട് സെയ്ദ് എന്നവരുടെ കെട്ടഴിച്ചിട്ട് പുറം തട്ടിയിട്ട് പോയിക്കോന്നു. സെയ്ദ് എന്നവർ അത്ഭുതപ്പെട്ടു. നിങ്ങൾ ആരാന്ന് വെച്ച്, നിങ്ങളെ ഓനെ കെട്ടിടുന്ന സമയത്ത് ഞാൻ അർശിന്റെ അവിടെയാണ്. കൊല്ലാൻ കത്തിയെടുത്തപ്പോ അള്ളാഹു എന്നോട് പറഞ്ഞു, സെയ്ദിനെ ഗുഹന്റെ ഉള്ളിൽ വെച്ചിട്ട് നിരപരാധിയായിരിക്കുക, ഒരു ശത്രു കൊല്ലാൻ നിൽക്കുന്നുണ്ട്, ഒന്നങ്ങോട്ട് പോയിട്ട് രക്ഷപ്പെടുത്തിക്കോളിന്ന്. അപ്പൊ ഞാൻ മൂന്നാമത്തെ ആകാശത്തിലെത്തി. എത്ര പെട്ടെന്ന് എത്തുന്നേരങ്ങള്. ഓനെ രണ്ടാമതും കൊല്ലാൻ നിന്നപ്പോഴാണ് ഞാനത് വിളിച്ചു പറഞ്ഞത്, മാറിക്കോ, അതാണ് നല്ലത് എന്ന്. കേട്ടില്ല. കൊല്ലുന്ന തീരുമാനിച്ച് കത്തിയെടുത്തപ്പോ ഞാൻ എങ്ങോട്ട് എത്തിയതാണ്, ഞാൻ ജിബ്രീലാണ്. ചില ദിക്റുകൾക്കൊക്കെ വലിയ മഹത്വമുണ്ട്. മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, സംശയമൊന്നും വേണ്ട. അപ്പൊ ഈ സാഹസിലൊക്കെ മലക്കുകൾ ഉണ്ടാവും. ഈ സാഹസിൽ മലക്കുകൾ ഉണ്ടെന്ന് ഖുർആനാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ ആയത്താണ്. ഫജ്ർ നിസ്കാരം എന്ന് പറഞ്ഞാൽ, മശ്ഹൂദായ നിസ്കാരം എന്ന് പറഞ്ഞാല് രാത്രിന്റെയും പകലിന്റെയും ഡ്യൂട്ടിയുള്ള മലക്കുകളൊക്കെ സംയുക്തമായി സംഘടിക്കുന്ന ഒരേ നിസ്കാരം ഫജ്ർ നിസ്കാരമാണ്. അതുകൊണ്ട് ഒരു മഹലിൽ ബാക്കിയുള്ള ആളുകൾ മൊത്തം ഫജ്റിലുണ്ടാവും. മഗ്രിബ് എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും അങ്ങാടിയിലുള്ള സമയം കണ്ട് വലിഞ്ഞു കയറാം. അത് ചിലപ്പോ നിസ്കരിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിലും മഴ കൊള്ളാതിരിക്കാൻ എവിടേക്ക് കയറാ. നല്ല മഴ കണ്ട് ചെയ്താൽ പിന്നെ എവിടേക്കാഞ്ഞിപ്പോ കയറാനുള്ളത്, പള്ളിയിൽ കണ്ട് കയറാം. അപ്പൊ ഏതായാലും അവിടെ നിസ്കാരം നടക്കുന്ന നിസ്കരിക്കുകയും ചെയ്യാം. അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ കാണലുണ്ട് കുറെ ആൾക്കാരെ. അല്ല തീരെ പള്ളിയൊക്കെ ഒന്നും വരവില്ല, ഇടിയാണ്ട് പൊട്ടിയാൽ കാണാം തൂണിന്റെ ബാക്കില് കാണാം. ഇനി ഏറ്റവും നല്ല ഇവിടെ തന്നെയാണ്. അതിപ്പോ പറ്റും. പക്ഷെ സുബി അങ്ങനെയല്ല. സുബിക്ക് പുറയുന്ന എണീച്ച് വരണമെങ്കിൽ ഈമാൻ തന്നെ വേണം. ഒരു മഹല്ലിൽ അള്ളാഹു ഏറ്റെടുത്ത ഭാഗ്യമുള്ളവർ മൊത്തം പള്ളിയിൽ ഉണ്ടാവും. അതാണ് അതിന്റെ കണക്ക്. കാരണം ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. എന്നാ ഈ സമയത്ത് പൊരയിൽ ഉറങ്ങുന്ന ആളുകളില്ലേ, ഈ സമയത്ത് പൊരയിന്നും കൂടി നിസ്കരിക്കാതെ ഉറങ്ങണോണ്ടല്ലോ, ഈ പുത്തൻതുരൂല് അവനേക്കാൾ വലിയ തമ്മാടില്ല. കള്ളുടിയനും കൊലയാളിയും അവന്റെ താഴെയാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കി എന്റെ ദീൻ. അതിനർത്ഥം കള്ളുടിക്കാന്നൊന്നുമല്ല, കള്ളുടിക്കാന്നല്ല. ഈ സമയത്ത് പള്ളിക്ക് വന്നില്ല ആയിക്കോട്ടെ, ഈ സെക്കൻഡ് ഉണ്ട് പൊരയിൽ നിസ്കരിക്കാം. അതില്ലാതെ സുബഹിന്റെ വക്കത്ത് അറിഞ്ഞിട്ട് എണീക്കാതെ കിടന്നുറങ്ങുന്ന ആള് പുത്തൻ തുരുവില് കള്ളുടിയനേക്കാൾ വലിയ തമ്മാടിയാണ്. അപ്പൊ നമ്മളെ പൊരയിലൊക്കെ ഇപ്പൊ എത്ര കള്ളുടിയന്മാരുണ്ടാവും? ഈ നിൽക്കാവുമ്പോ കള്ളുടിയനേക്കാൾ വലിയ തമ്മാടിയാണല്ലോ. കാരണം കള്ളുടിയൻ കാഫറാണെന്ന് ഹദീസില്ല, നിസ്കരിക്കാത്തവൻ കാഫറാണെന്ന് ഹദീസ് ഉണ്ട്. പിന്നെ ഹദീസിനെ കുറിച്ചാണ് ചർച്ച ഉള്ളത്. അത് എങ്ങനെയാണ് കുഫറാവുക? മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറ. ഇത് ഹദീസാണ്. ഇമാം തൊബ്രാനി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ മനസ്പൂർവ്വം നിസ്കാരം തിരസ്കരിച്ചാൽ അവൻ പച്ചക്ക് കാഫറാണ്.
ഷാഫി ഇമാം പറഞ്ഞു അത് ഉജൂബ് നിഷേധിച്ചാൽ കാഫറാവുന്ന അർത്ഥം വെക്കണം. നിസ്കാരം മടിയേറ്റ് ഉപേക്ഷിച്ചാൽ കാഫറാവില്ല, കൊടും കുറ്റവാളിയാവും. ഷാഫി ഇമാമിന് കാഫറാവില്ല എന്നുള്ള അഭിപ്രായമുള്ളൂ. വലിയ തമ്മാടി തന്നെയാണോ അവന് കാഫറാവില്ല എന്നുള്ള അഭിപ്രായമുള്ളൂ. എന്നാൽ ചില ഇമാമിങ്ങള് ഉജൂബ് നിഷേധിക്കൊന്നും വേണ്ട, നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ കാഫറാവുന്നു ഈ ഹദീസ് അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ പൊരയിലൊക്കെ ഇപ്പൊ എത്ര അതാ ഞാൻ അപ്പുറത്തേക്ക് പറയണില്ല, എത്ര കാഫിരീങ്ങൾ ഉണ്ടാവും. ഈ ഹദീസ് അടിസ്ഥാനത്തിൽ ആ ഇമാമിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഞാൻ എൻ്റെ ചില പ്രസംഗത്ത് പറയാറുണ്ട്, ഇവിടെ ശംസുദ്ദീൻ ആയിരിക്കും നിസ്കരിക്കാതെ കിടന്നുറങ്ങും, ഇവിടെ അബൂബക്കർ ആയിരിക്കും ഏഷാ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ഇവിടെ സലീം ആയിരിക്കും ളുഹറിന്റെ സമയത്ത് അന്തം വിട്ട് കിടക്കായിരിക്കും, ഇവിടെ ശംസുദ്ദീൻ ആയിരിക്കും പള്ളിയേറ്റ് ബന്ധമുണ്ടാവില്ല. പേരുകൾ ഇവിടെ റേഷൻ കാർഡിലും ആധാര പേപ്പറിലൊക്കെ നല്ല നല്ല മിനുങ്ങണ പേരായിരിക്കും. പക്ഷെ നാളെ മാസ്റ്ററിൽ വിളിക്കൽ എന്താ അറിയോ? അയ്യപ്പ, പറങ്കോട, അണ്ട, അടകോട ഇതൊക്കെ ആയിരിക്കും വിളിക്കുക. ഈ അണ്ടനും അടകോടന്റെ കൂട്ടത്തിൽ നമ്മളെ എത്ര മക്കൾ ഉണ്ടാവുന്നു മാത്രം ചിന്തിച്ചാൽ മതി. നാരായണന്റെ നമ്മൾ നോക്കണ്ട, പള്ളിക്കൊക്കെ വരണ്ട, എല്ലാവർക്കും കൂടി എപ്പോഴും പോലെ പൊരയും നിസ്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞേ. പള്ളിയിൽ വരണ VIP-കളല്ലേ, അവര് ആഖിറത്തിലെ ഉദ്യോഗസ്ഥന്മാരല്ലേ, എല്ലാവർക്കും ഉദ്യോഗം കിട്ടുമോ? അടിസ്ഥാന നിയമം വേണ്ടേ? കുഫ്റിന്ന് രക്ഷപ്പെടണ്ടേ? അതിന് ഫർദ് നിസ്കാരം കാർക്കശായിട്ട് പുലർത്തണ്ടേ? അല്ലാത്തവന് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ളത്? ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കല് ഫർദ് നിസ്കാരം മിസ്സാക്കണ്ടോന്നാണ്. ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഞാൻ വിരുന്ന് പോയാൽ അവിടെ ഒന്നും നിസ്കരിക്കാതെ ഒരാൾ അവിടെ കിടന്നുറങ്ങണേ ഞാൻ അവിടെ താമസിക്കില്ല. എല്ലാവർക്കും അറിയാം, എൻ്റെ കുടുംബത്തെ എല്ലാവർക്കും അറിയാം. ഞാൻ താമസിക്കുകയാണെങ്കിൽ ഞാൻ സുബഹിക്ക് എല്ലാവരെയും ഉണർത്തും. ഏതെങ്കിലും ഒരാൾ നിസ്കരിക്കാതെ മടിച്ചു കിടക്കുകയാണെങ്കിൽ ഞാൻ നാസാക്കൂല, ഞാൻ അവിടുന്ന് പോകും. എല്ലാവർക്കും ഇപ്പോഴല്ല, ഓതന കാലത്ത് അങ്ങനെ. എന്താണ് അവിടെ താമസിച്ചിട്ട് ലാനത്തിറങ്ങൂലേ? പക്ഷെ ഈ ഒരു ബോധം ആളുകളുടെ ഹൃദയത്തിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ഇല്ലാതായി. മരോൻ വന്നാ വിളിക്കൂല, മരോനും മോളും ഉറങ്ങാണിക്കാരം. അമ്മോശനും അമ്മായിയും താഴത്തെ തഹജ്ജുദ് മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ കുറച്ച് ഈമാൻ കയറിയിട്ട് അമ്മായിയും എങ്ങാനും പറയാണ് ഓനെ ഉറങ്ങാണല്ലോ, അപ്പൊ സുബഹിക്ക് ജമാഅത്തിന് പോകാൻ നിൽക്കണ അമ്മോശന്മാരെ അയ്യ വിളിക്കണ്ട, മോശാണ്, സുബഹിക്ക് വിളിക്കണ്ട, മോശാണ്, ഉറങ്ങിക്കോട്ടെ. അതില് മോളും പെട്ട് നിസ്കരിക്കാത്ത മരോനാണ് മോളെ കൊണ്ടടക്കുന്നത്. എവിടേക്കാണ് കെട്ടിച്ചു കൊടുത്തിക്കണത്? നരകത്തുക്കോ? അടച്ചോനെ. പൂക്കിപ്പറമ്പിലൊരു മഹാനായ ആലിമുണ്ടായിരുന്നു. മോളെ കെട്ടിച്ചിട്ട് കാണാൻ പോയപ്പോഴേ മോളെ കണ്ടപ്പോ ആദ്യം ചോദിച്ചത് എന്താ അറിയോ? മോളെ, ഇന്നലെ രാത്രി ഇതാബാക്കാത്തിന്റെ അബാരക്കൊക്കെ ഓതി അപ്പാന്റെ കുട്ടി ജമാഅത്തായിട്ട് നിസ്കരിച്ചു വന്ന. ഇന്നലെ ആദ്യ രാത്രി അല്ലേ, അതില് പലതും മുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിത്യമായിട്ട് കൊണ്ടെടുക്കണ ചിലതൊക്കെ മുടങ്ങിന്ന് പറഞ്ഞപ്പോ അതാർക്ക് ആ പൊരയിന്ന് ഇറങ്ങിയാണ്ട് പോയി. ആക്കെ രണ്ടാമത് ഓതി പൂർത്തിയാക്കിയതിനു ശേഷം പന വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതാണ് സ്വർഗത്തേക്കുള്ള കുടുംബം, അതാണ് സ്വർഗത്തേക്കുള്ള കുടുംബം. നമ്മൾ മക്കളോട് പറയണം, നിസ്കാരത്തിന്റെ തീച്ചൂട് അവരോട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താലേ അവരെ തലേ കയറുള്ളൂ. നമ്മളല്ലാതെ ആരാ പറഞ്ഞു കൊടുക്കാനുള്ളത്? അതിലെ കുടുംബനാഥം എന്ന് പറഞ്ഞത്, അല്ലാതെ മുണുങ്ങാൻ കൊടുക്കണേനല്ലല്ലോ പറയാ. തീറ്റ നമ്മൾ പോത്തിനോട്ട് കൊടുക്കണില്ലേ, അതുകൊണ്ട് ഇപ്പൊ അതിന്റെ വാപ്പാവോ? തിന്നാൻ നമ്മള് പൂച്ചക്കും കൊടുക്കണില്ലേ, അതുകൊണ്ട് അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ എല്ലാരും ഇപ്പൊ അബൂ ഹുറൈറാവോ? തിന്നാൻ കൊടുക്കണോണ്ട് വാപ്പാവൂല. അത് നമ്മളെ എരുമക്കും കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഒരു കാല് മുറിഞ്ഞ നായ എന്നാലും നമ്മൾ തിന്നാൻ കൊടുക്കും, അതുകൊണ്ട് ഇപ്പൊ അതിന്റെ വാപ്പയെന്ന് പറയാൻ പറ്റും. തിന്നാൻ കൊടുക്കണോണ്ട് എങ്ങനെ വാപ്പാകുക? തിന്നാൻ ആരൊക്കെ കൊടുക്കും? കല്യാണ പരി പോയാലും അവരല്ലേ നമുക്ക് തിന്നായിരുന്നു, അതുകൊണ്ട് എല്ലാരും കൂടി വാപ്പ ആ കല്യാണം നടത്തുന്ന ആളാ. അപ്പൊ ആകെ വാപ്പാന്റെ പണി എന്താ? തിന്നാൻ കൊടുക്കുക. ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, വാപ്പ എന്ന് പറഞ്ഞാൽ ATM കാർഡ്, ഉമ്മ എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ. അങ്ങനെ ഇപ്പൊ ഉള്ളത് ചോദിക്കണ പൈസ കൊടുക്കണ ഒരാള്. മുഴുവൻ ആളുകളും കൊടുക്കും ആഖിറത്തിൽ, ഒരു സംശയം വേണ്ട. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാഹുവിന്റെ ദീന്, അല്ലെങ്കിൽ അവര് മുഖേന നമ്മള് നരകത്ത് പോകും. നമ്മള് വലിയ ആവേദ്യങ്ങളായിട്ടൊന്നും കാര്യമില്ല. അവര് പറയും ബാപ്പാക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പഠിപ്പിച്ചില്ല അറിയും. രണ്ടാളും കൂടി പോണ്ടി വരും. രണ്ടാളും കൂടി പോണ്ടി വരും എന്നല്ല, ആദ്യം ബാപ്പാനെ അറിയും. ആ വാപ്പാനെ കാലിന്റെ അടിയിൽ ചവിട്ടുപടിയായിട്ടാണ് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് വളരെ ഗൗരവമാണ്. നമ്മളെ പുരയിൽ എത്ര നിസ്കരിക്കാത്ത തമ്മാടികൾ ഉണ്ട് എന്ന് ഇന്ന് നിങ്ങൾ വിലയിരുത്തണം. പള്ളിയൊക്കെ എല്ലാവരും കൂടെ കൊണ്ടുവരിക. അപ്പൊ ചിലപ്പം അത് VIP-കൾക്കുള്ള തൗഫീഖാണ്. പക്ഷെ കളാക്കാതെ നിസ്കരിക്കാത്തവരാണ് മക്കളെങ്കിൽ നമ്മൾ നരകത്ത് പോഞ്ഞൊന്നും വേണ്ട, അത് മതി, വേറെ ഒന്നും വേണ്ട. ഒരു MDA മറ്റൊന്നും ബന്ധമൊന്നും വേണ്ട, കള്ളൊന്നും കുടിക്കണ്ട, ഇതന്നെ മതി. ചിലര് പറയും നല്ല മനുഷ്യനാ, ഓക്കെയാണ്, നിസ്കരിക്കൂല എന്നുള്ളൂ, പച്ച നുണേനെ പറഞ്ഞു. അവിടെ ഞങ്ങളെ നാട്ടിലെ കൃഷ്ണൻ പറഞ്ഞ കാര്യമാണ്. അച്ഛനൊരു കുഴപ്പമില്ല, ഓട്ടോറിക്ഷ വീണിട്ടുള്ളൂ, തല കിട്ടിയത് തെങ്ങ് നടക്കുന്നാണെന്ന് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, തലയില്ല എന്നുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് നല്ല സ്വാലിയ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മരുവൻ സ്വാലിയാ മനുഷ്യനാണ്, പക്ഷെ പടിഞ്ഞാട്ട് കുമ്പിടൂല പറഞ്ഞു. പിന്നെന്താ പോയി സ്വാലിയാ മനുഷ്യന്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണം പഠിക്കലോടുകൂടി നമ്മൾ അതിന്റെ ആളാണ്. മാത്രല്ല ഈ ആയത്തിന്റെ ഒന്നാമത്തെ ശത്രു താരിഖു സ്വലാത്താണ്. ഈ ആയത്തിന്റെ ഒന്നാമത്തെ ശത്രു നിസ്കരിക്കാത്തവനാണ്. അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. അങ്ങനെ ഹബീബാ നബി വിളിക്കുന്ന കാര്യങ്ങളിലേക്ക് ദഅവത്ത്, ഷഹാദത്ത്, സ്വലാത്ത്, ജിഹാദ് ഇതിലേക്കൊന്നും വരാതെ അവര് തിരിഞ്ഞാളാണെങ്കിൽ മുത്തനബിനോട് അള്ളാഹു പറഞ്ഞത് ഫഖുൽ ഹസ്ബി അല്ലാഹ്, നിങ്ങൾ ഇങ്ങോട്ട് പോരി, ഹസ്ബി അല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹ് മതി, നിങ്ങൾ പറഞ്ഞോളി, ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞോളി. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഈ ആയത്തിന്റെ എതിരാളികളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നല്ല ചോദ്യമാണ്. ജിബ്രീൽ എങ്ങനെ അവിടെ വരുമെന്നാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. ഖുർആനാണ്. تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. വഹി എത്തിക്കാൻ അമ്പിയാക്കളുടെ അടുത്തേക്ക് വരും, വഹി എത്തിക്കാൻ വേറൊരു മനുഷ്യന്റെ അടുത്തേക്ക് വരില്ല. പക്ഷെ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ സന്നിധി ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ വരും എന്ന് ഖുർആനാണ്. എല്ലാവരുടെ അടുത്തേക്ക് എപ്പോഴും വരും, യഥേഷ്ടം വരുമെന്നതിനർത്ഥമില്ല. പക്ഷെ യഥാർത്ഥ പവറുള്ള മനുഷ്യനാണെങ്കിൽ സന്നിധി ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ വരും. വരുന്നത് മനുഷ്യന്റെ രൂപത്തിലായിരിക്കും. മനുഷ്യന്റെ രൂപത്തിൽ വരും. അവര് നമ്മളോട് പറയും. അപ്പൊ ഇവനക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കും. അതന്നെ, ഏതോ അങ്ങനെയല്ല. അതെ. പക്ഷെ ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മള് ജിബ്രീൽ വരണുണ്ടോ നോക്കി നടക്കണ്ട. അങ്ങനത്തെ കുറെ ശൈഖന്മാരുണ്ട് ഇപ്പോ. വരണമൊക്കെ ജിബ്രീലാക്കുന്നിട്ട് കറാമത്തായിട്ട് അവതരിപ്പിക്കുക. അതിനൊന്നും പോണ്ട. ഏത് വിഷയത്തിലും ചൂഷണുണ്ട്, അത് ഈ വിഷയത്തിലുണ്ടാവും. വഞ്ചനയപ്പെടരുത് എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അള്ളാഹു പറഞ്ഞു കേട്ടൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ പ്രകാശധാരയിലൂടെ ജീവിച്ച് മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്തേറ്റെ. അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും മനസ്സിലാക്കി തരട്ടെ. കടലിലും കരയിലും ഇറങ്ങുന്ന അധ്വാനിക്കുന്ന ആളുകളാണ്. അള്ളാഹു ഇനി നിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ, കാത്തുരക്ഷിക്കണേ അല്ലാ, റഹ്മത്തുകൊണ്ട് പൊതിയണേ അല്ലാ, അയ്ബുകൾ മറക്കണേ അല്ലാ, ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ, ക്ലേശങ്ങൾ നീക്കണേ അല്ലാ, കടങ്ങൾ വീട്ടണേ അല്ലാ, രോഗങ്ങൾ മാറ്റണേ അല്ലാ, ഉദ്ദേശങ്ങൾ നിവർത്തിച്ചു തരണേ അല്ലാ, പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, ശത്രുക്കളിൽ നിന്ന് കാക്കണേ അല്ലാ, ഈമാൻ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അയൽവാസികൾ, കുടുംബാതിഥികൾ, കൂടെ പഠിച്ചവർ, ഭക്ഷണം നൽകിയവർ, സഹായിച്ചവർ, സന്തോഷിപ്പിച്ചവർ, കൂടെ നിന്ന് ജമാഅത്തിന് പങ്കെടുത്ത ആളുകൾ പലരും ഖബറുകളിലാണ്. പ്രവാചകന്മാർ, പാട്ടുകാർ, എഴുത്തുകാർ, സംഘാടകർ, വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ള ഹക്കിന്റെ ആളുകൾ പലരും ഖബറിലാണ്. അള്ളാഹുവേ, എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഈ മഹല്ലിൽ തന്നെ ഉള്ള എല്ലാ വീടുകൾക്കും നീ ഐശ്വര്യം നൽകണേ അല്ലാ. ചുറ്റുഭാഗത്തും അഭിവൃദ്ധി നൽകണേ അല്ലാ. ക്ഷേമാശ്ചര്യ സ്നേഹ സംരക്ഷണം നൽകണേ അല്ലാ. അള്ളാഹുവേ, കാലം തെറ്റിയ കൊടും മഴയുടെ കാലമാണ്. ഇതൊക്കെ ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതിശക്തമായ ഉഷ്ണ സമയത്ത് ഇടിയും കാറ്റും മഴയും
കേരളം മൊത്തം ഇന്നലെ മേഘാവൃതമായ അവസ്ഥയിലാണ്. അള്ളാഹുവേ, ഇത് വല്ല അദാബുകളുടെ സൂചനയാണെങ്കിൽ ഞങ്ങളെയും തലമുറകളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ റഹ്മത്തിനാൽ പൊതിയണേ അല്ലാ. നിന്റെ ബർക്കത്തിൽ ജീവിപ്പിക്കണേ അല്ലാ. നിന്റെ നളറിൽ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. നിന്റെ സഹായം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെ ഹസ്ബുനല്ലാന്റെ ആളുകളാക്കണേ അല്ലാ. ഞങ്ങൾ ഖുർആനിന്റെ വക്താക്കളും പ്രയോക്താക്കളും ആക്കണേ അല്ലാ. ഞങ്ങൾ അവസാനം കലിമ ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. ഇവിടെ കച്ചവടക്കാരുണ്ട്, ബർക്കത്ത് നൽകണേ അല്ലാ. കൂലിപ്പണിക്കാര്, പഠിതാക്കൾ, അധ്യാപകന്മാർ, അള്ളാഹുവേ, യുവാക്കൾ, പ്രായമുള്ളവർ, കുട്ടികൾ, എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. പ്രവാസികളുടെ എല്ലാ നിയമക്കുരുക്കളിലും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തണേ അല്ലാ. രോഗികൾക്ക് ശമനം നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.